ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വളരെ നല്ലൊരു പ്രൊമോ തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് ആശങ്കകളും അതുപോലെ തന്നെ കുറച്ച് പ്രതീക്ഷകളും അതുപോലെ തന്നെ കുറച്ച് മാസ സീനുകളും നാളെ സംഭവിക്കാൻ പോവുകയാണെന്ന് ഉറപ്പുള്ളൊരു പ്രൊമോയാണ്. അതെന്തൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ അമ്പാടിയുടെ വീട്ടിൽ അർജുൻ എത്തിയിരിക്കുകയാണ്. ഇന്നാണ് നമ്മുടെ അമ്പാടിയുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ അർജുൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അതായത് അഞ്ജലിയെ വിവാഹം കഴിച്ചു അർജുൻ എന്നറിയുമ്പോൾ അമ്പാടി ഞെട്ടിപ്പോവും. ഇതെപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് സംഭവിച്ചു? അങ്ങനെ നമ്മുടെ അമ്പാടി ചോദിക്കും. അങ്ങനെ അർജുൻ കാര്യങ്ങളെല്ലാം അമ്പാടിയോട് പറയുകയാണ്. നമുക്കറിയാം അമ്പാടിയും പത്മയും അതിഭീകരമായൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ സംഭവങ്ങളൊന്നും നമ്മുടെ അമ്പാടി അറിഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ അർജുൻ അമ്പാടിയോട് തുറന്ന് പറയും. അപ്പോഴും വലിയൊരു പ്രശ്നം നമ്മുടെ അർജുന് മുമ്പിലുണ്ട് എന്ന് അമ്പാടിക്ക് അറിയാം. അതായത് രാഘവനുണ്ണിയുടെ മകനാണ് അർജുൻ എന്നുള്ളൊരു സത്യം ഇതുവരെയായിട്ട് നമ്മുടെ അഞ്ജലിയുടെ തുറന്ന് പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പറയാൻ പറ്റുന്ന അവസ്ഥയുമല്ല. അതുപോലെ അഞ്ജലിയും കൂട്ടിയിട്ട് ശംഖ് ചക്രത്തിലേക്കും പോകാൻ പറ്റത്തില്ല. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം നമ്മുടെ അമ്പാടി കണ്ടെത്തും. എന്തെങ്കിലുമൊക്കെ ഒരു പോംവഴി നമ്മുടെ അമ്പാടിയുടെ മുമ്പിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചാണ് അർജുൻ ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അമ്പാടിയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. നമുക്കറിയാം പലപ്പോഴും അർജുൻ പല പ്രതിസന്ധികൾ നേരിടുമ്പോഴും അപ്പോഴെല്ലാം എന്തെങ്കിലുമൊക്കെ കുറുക്കു വഴികൾ കാട്ടി നമ്മുടെ അർജുനെ രക്ഷിക്കാറുള്ളത് അമ്പാടിയാണ്. ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും നമ്മുടെ അർജുനുണ്ട്. അതുകൊണ്ടാണ് അമ്പാടിയിൽ ഒരുപാട് പ്രതീക്ഷകൾ നമ്മുടെ അർജുൻ അർപ്പിക്കുന്നത് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ച വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു കാര്യം ഇന്ന് നടന്നിരിക്കുകയാണ്. അത് അനുപമയ്ക്ക് അർജുനെ കൊന്നേ പറ്റൂ. അതിന് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം. അങ്ങനെയാണ് ഹരീന്ദ്രൻ വക്കീലിനെ കയ്യിൽ കിട്ടുന്നത്. ഹരീന്ദ്രൻ വക്കീൽ ചില ഗുണ്ടാ സംഘങ്ങളുമായിട്ട് കാര്യമായ ബന്ധമുണ്ട്. രാഘവനും പിന്നെ ഹരീന്ദ്രനും അതില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാകും അല്ലേ? അങ്ങനെയാണ് ഹരീന്ദ്രൻ വക്കീൽ കുറച്ച് ഗുണ്ടാ സംഘത്തിൻ്റെ കാര്യം അനുപമയോട് പറയുന്നത്. അപ്പോൾ ഹരീന്ദ്രൻ വക്കീലിനെ വളച്ച് കയ്യിലെടുക്കാനുള്ള അടുത്ത കുറുക്കുവഴി അനുപമ ഒരു തുറുപ്പ് ചീട്ട് അവിടെ ഒരു കാർഡ് ഇറക്കി വിട്ടിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, ഗോവിന്ദനുണ്ണിയുടെ മകളെ കല്യാണം കഴിച്ച് ശംഖചക്രത്തിൽ മരുമകനായിട്ട് ഹരീന്ദ്രന് വരാം. പക്ഷേ അതിനൊരു ഇതുണ്ട്, അതിന് ചില ഡിമാൻഡുകൾ അനുപമയ്ക്കുണ്ട്. അനുപമ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊള്ളാം. പക്ഷേ ഒരേ ഒരു ഡിമാൻഡ് മാത്രം, അർജുനെ കൊല്ലാൻ കൂട്ടു നിൽക്കണം. ആദ്യം അർജുനെ കൊല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി ഗുണ്ടാ സംഘങ്ങളുടെ നമ്പർ തരണം. അത് കൊല്ലേണ്ടത് അർജുനാണ് എന്ന് അറിഞ്ഞപ്പോൾ ഹരീന്ദ്രൻ വക്കീൽ പൊട്ടിത്തെറിച്ചു. എൻ്റെ ബോസിൻ്റെ മകനെ കൊല്ലാനോ? ഈ ഒരു പരിപാടി എന്നോട് പറയാൻ വേണ്ടി വരണ്ടെന്ന് പറഞ്ഞിട്ട് ഹരീന്ദ്രൻ വക്കീൽ പൊട്ടിത്തെറിച്ചിരുന്നു. അപ്പോഴാണ് തൻ്റെ കയ്യിലുള്ള കാർഡ് അങ്ങോട്ട് അനുപമ ഇറക്കി വിടുന്നത്. അതായത് ഹരീന്ദ്രൻ വക്കീൽ ഇത്രയും കാലം ഈ ശിങ്കിടിയായിട്ട് കൂടെ നടന്നിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എൻ്റെ ഹരീന്ദ്രൻ വക്കീലെ? തനിക്കിവിടെ ശംഖചക്രത്തിൽ മരുമകനായിട്ട് വരാം, തനിക്ക് വെൽസാം, തനിക്ക് കിട്ടാൻ പോകുന്ന സ്റ്റാറ്റസ്, പണം, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹരീന്ദ്രൻ വക്കീൽ ഞെട്ടിപ്പോവും. ഇത് എന്തൊക്കെയാണ് അനുപമ പറയുന്നത് എന്ന്. അപ്പോഴാണ് അനുപമ പറയുന്നത്, ഇവിടെ ഗോവിന്ദനുണ്ണിയുടെ മകളുണ്ട്, അവൾ കാർത്തികുമായിട്ട് ബന്ധമുണ്ട്, അതിൽ നിന്ന് പിന്മാറ്റം നടത്താനായിട്ട്, അതിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉടൻ തന്നെ അവളുടെ വിവാഹം നടത്തും. അവളെ വിവാഹം കഴിക്കുന്നത് ഹരീന്ദ്രൻ വക്കീലായാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ ഹരീന്ദ്രൻ വക്കീൽ അങ്ങനെ കുറച്ച് ഡയലോഗുകൾ പറഞ്ഞ് തൻ്റെ വരുതിയിലാക്കുകയാണ് അനുപമ ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പായി, ഇനി അർജുനെ തീർക്കാൻ വേണ്ടിയിട്ട് അനുപമ ഒറ്റയ്ക്കല്ല, ഹരീന്ദ്രൻ വക്കീലും കട്ടയ്ക്ക് കൂടെയുണ്ട് എന്ന്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് കേട്ടോ. അതെന്താണെങ്കിലും അനുപമയുടെ ഒരു ബുദ്ധി ആലോചിക്കണേ. ഒറ്റയ്ക്കത് ചെയ്യാൻ കഴിയില്ല, വേറൊരാളുടെ കൂടെ സഹായം ഉണ്ടെങ്കിൽ കാര്യം നടത്താം. അങ്ങനെയാണ്. എന്താണെങ്കിലും ഒരു കാര്യം വളരെ ഉറപ്പായിരിക്കുകയാണ്, അർജുനെ കൊല്ലാനായിട്ട് ഗുണ്ടകളെ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്ന് വന്ന പ്രൊമോയിൽ നിന്ന്
വളരെ വ്യക്തമാണ് കേട്ടോ. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇന്ന് വന്ന പ്രൊമോയിൽ ആദ്യം കാണുന്ന സീന് എന്ന് പറയുന്നത് നമ്മുടെ അർജുനും ഗുണ്ടകളും തമ്മിലുള്ള ആ ഏറ്റുമുട്ടലാണ്. കഴിഞ്ഞ ദിവസം വീക്കെൻഡ് പ്രൊമോയിൽ നമ്മൾ ഈ കാര്യം കണ്ടതാണ്. അർജുനെ കുറച്ചധികം ഗുണ്ടകൾ വന്ന് നേരിടുകയും ആദ്യം നല്ല രീതിയിൽ അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നമ്മുടെ അർജുൻ നിൽക്കും. പക്ഷേ പിന്നീട് ഒരു നിമിഷത്തിൽ അർജുൻ്റെ തല പോയി ആ വണ്ടിയിലിടിക്കുകയും അർജുനെടുത്ത് കുളത്തിലേക്ക് എറിയുകയും ചെയ്യുന്നു. ഈ ഒരു സീൻ തന്നെയാണ് നമ്മൾ പ്രൊമോയിൽ ആദ്യം കാണുന്നത്. അർജുന് അതിഭീകരമായ അപകടാവസ്ഥയിലാണുള്ളത്. അർജുന് രക്ഷപ്പെടാൻ പോലും പറ്റില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആരെങ്കിലും അർജുൻ്റെ രക്ഷയ്ക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അർജുൻ്റെ ജീവിതം അവസാനിക്കും. നമ്മുടെ അഞ്ജലി ഒറ്റപ്പെടും. അഞ്ജലിക്ക് ആരും ഇല്ലാതെയാകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. പക്ഷെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അർജുനെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വരുമെന്ന്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അർജുൻ ഒരിക്കലും കൊല്ലപ്പെടാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പ്രൊമോയിൽ ആദ്യം കണ്ട സീന് എന്ന് പറയുന്നത്. പിന്നീട് രണ്ടാമത് കണ്ട സീന് നമുക്ക് കുറച്ച് പ്രതീക്ഷകൾ നൽകുന്നതാണ്. നമുക്കറിയാം ഇന്ന് അഞ്ജലിയുടെ അച്ഛൻ ഒരുപാട് വിഷമത്തിലാണുള്ളത്. പുള്ളി അന്ന് അഞ്ജലിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടിയിട്ട് ശ്യാമള ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്തപ്പോൾ അതിന് സപ്പോർട്ട് പുള്ളി ചെയ്തതാണ്. പക്ഷെ ഞാനിപ്പോഴും പറയുന്ന ഒരു കാര്യം ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ വാക്ക് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ പണിക്ക് പോകുന്നത്? അഞ്ജലി വീടിന് പുറത്താക്കിയ ശേഷം ഒരു രീതിയിൽ ഉറങ്ങാനും ഉണ്ണാനും ഒന്നിനും ശിവരാമന് കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് അഞ്ജലിയെ പുറത്താക്കിയത് വീട്ടിൽ നിന്നും? അയാൾക്ക് അത്രയധികം സ്നേഹം അഞ്ജലിയോട് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്കുന്നത്? നമ്മൾ ഇന്ന് പ്രൊമോയിൽ കാണുന്ന സീന് എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ പ്രൊമോയിൽ കാണുന്ന സീന് ശ്യാമളയോട് പറയുകയാണ്, ഞാൻ എൻ്റെ അഞ്ജലിയെ വിളിക്കാൻ വേണ്ടി പോവാം, ആരും തടയാൻ നിൽക്കണ്ട, അവളെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് തന്നെ വരാൻ പോവുകയാണ്. ഇത് കേട്ട അമ്മായിയും ആര്യയും ശ്യാമളയും എല്ലാവരും ഷോക്കഡായി നിൽക്കുന്ന സീനാണ്. അമ്മായിക്ക് കിട്ടുന്ന നല്ലൊരു തിരിച്ചടി തന്നെയാണ്. അമ്മായിയും ഞെട്ടിപ്പോവും. അഞ്ജലിയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ച് ഇരിക്കുകയായിരുന്നു നമ്മുടെ അമ്മായി. അങ്ങനെ ആ ഒരു സമയത്താണ് ശിവരാമൻ പറയുന്നത്, ഞാൻ അഞ്ജലി തിരിച്ചു വിളിക്കാനായിട്ട് പോവുകയാണ്, ആരും കൂടുതൽ ഡയലോഗൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ അതാ പ്രൊമോയിൽ നമുക്ക് കാണാം അനുപമ കയറി വരികയാണ്. അനുപമയ്ക്ക് അതായത് ശിവരാമനെ കണ്ട് 2 ഡയലോഗ് പറയണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു സമാധാനം കിട്ടണം. അതായത് അഞ്ജലി വേറൊരുത്തിനെ കെട്ടി, നിങ്ങൾക്ക് സമാധാനമായില്ല, നിങ്ങളുടെ ഇളയ മകളും എന്നെ പോലെയൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഏറ്റവും ചെറുതാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അനുപമയുടെ വരവ്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, അനുപമ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വരുമ്പോൾ അവിടെ വെച്ച് അനുപമയെ നല്ല രീതിയിൽ ശിവരാമൻ കൈകാര്യം ചെയ്യും. അനുപമ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നാളെ നടക്കാനായിട്ട് പോകുന്നത്. അനുപമ വിചാരിക്കും താൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശിവരാമനും ശ്യാമളയൊക്കെ തകർന്നു പോകും, അവർ പൊട്ടിക്കരയും, ഇങ്ങനെയൊക്കെയാണ് അനുപമ വിചാരിക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല നാളെ നടക്കാനായിട്ട് പോകുന്നത്. നല്ല രീതിയിൽ അനുപമയെ എടുത്തിട്ട് അലക്കാനായിട്ട് പോവുകയാണ്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡ് തന്നെയായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്. നമ്മൾ എപ്പിസോഡിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാടൊരു സപ്പോർട്ടും ആയിരിക്കും കേട്ടോ. അത് എന്താണെങ്കിലും കാത്തിരിക്കുക നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ.